Next topic is coefficient of friction. Magnitude of limiting friction bears a constant ratio to the normal reaction between two surfaces. അപ്പോൾ എന്താണ് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ്. നമ്മൾ ഇനിയുള്ള ഒരുപാട് ക്ലാസ്സുകളിലും വരും സെമസ്റ്ററിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു ടേമാണ് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. അപ്പോൾ എന്താണ് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ? അതൊരു റേഷ്യോ ആണ്. എന്തൊക്കെ തമ്മിലുള്ളത്? ലിമിറ്റിംഗ് ഫ്രിക്ഷനും നോർമൽ റിയാക്ഷനും തമ്മിലുള്ള റേഷ്യോയാണ് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു. നോർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു സർഫസിൽ ഒരു ബോഡി ഇരിക്കുവാണെങ്കിൽ ആ ബോഡിയുടെ വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യുന്നു. അതിന് എഗൻസ്റ്റ് ആയിട്ട് ആ സർഫസിൽ നിന്ന് ആ ബോഡിയിലേക്ക് വരുന്ന ഫോഴ്സിനെയാണ് നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ദ സർഫസ്. അപ്പോൾ ലിമിറ്റിംഗ് ഫ്രിക്ഷനും നോർമൽ റിയാക്ഷനും തമ്മിലുള്ള റേഷ്യോയാണ് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ നോർമൽ റിയാക്ഷൻ അറ്റ് ദ കോൺടാക്ട് സർഫസ്. അപ്പോൾ ഈ ലിമിറ്റിംഗ് ഫ്രിക്ഷനും ഈ നോർമൽ റിയാക്ഷനും തമ്മിൽ പ്രൊപ്പോർഷണൽ ആണ്. ദിസ് കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ഈസ് കോൾഡ് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ, അപ്പോൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഡിവൈഡഡ് ബൈ നോർമൽ റിയാക്ഷൻ, അതിനെയാണ് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എഫ് ഇസ് പ്രൊപ്പോർഷണൽ ടു ദ നോർമൽ റിയാക്ഷൻ ആർ എൻ. അപ്പോൾ നോർമൽ റിയാക്ഷനെ നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് ആർ സഫിക്സ് എൻ എന്നും ലിമിറ്റിംഗ് ഫ്രിക്ഷനെ എഫ് എന്നുമാണ് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. സോ എഫ് ഇസ് പ്രൊപ്പോർഷണൽ ടു ആർ എൻ, ദാറ്റ് ഈസ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഇസ് പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ ഓർ എഫ് ഇസ് ഈക്വൽ ടു മ്യൂ ആർ എൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. എഫ് ഇസ് ഈക്വൽ ടു മ്യൂ ആർ എൻ അല്ലെങ്കിൽ മ്യൂ ഇസ് ഈക്വൽ ടു എഫ് ബൈ ആർ എൻ, where mu is the constant of proportionality called coefficient of friction at the contact surface. ഓക്കെ, അത് മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതുന്നു. ഇവിടെ മ്യൂ ആണ് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. മ്യൂ ഇസ് ഈക്വൽ ടു എഫ് ബൈ ആർ എൻ ഓർ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ബൈ നോർമൽ റിയാക്ഷൻ. നെക്സ്റ്റ് ടേം ഇസ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. Angle between normal reaction at the contact surface and the resultant of normal reaction and limiting friction is called angle of friction. അപ്പോൾ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഒരു ആംഗിൾ ആണ്. എന്തൊക്കെ തമ്മിലുള്ള ആംഗിൾ ആണ്? നോർമൽ റിയാക്ഷൻ്റെ കാര്യം നമ്മൾ നേരത്തെ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ പഠിച്ചപ്പോൾ പറഞ്ഞു. നോർമൽ റിയാക്ഷനും റിസൾട്ടൻ്റ്, ഇപ്പം ആ ഒരു ബോഡി നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്തൊരു ഫോഴ്സ് സിസ്റ്റം ഉണ്ട്. ആ ഫോഴ്സ് സിസ്റ്റത്തിന് ഒരു റിസൾട്ടൻറ്റും ഉണ്ടെന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ വരുന്ന റിസൾട്ടൻറ്റും അവിടുത്തെ നോർമൽ റിയാക്ഷനും തമ്മിലുള്ള ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഫിഗർ നോക്കിക്കേ. ഇവിടെ ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ട്, ഇവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അവ തമ്മിലുള്ള റിസൾട്ടൻ്റ് ആണ് ഈ ആർ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ റിസൾട്ടൻറ്റും നോർമൽ റിയാക്ഷനും തമ്മിലുള്ള ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അതിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്ന ഫൈ വെച്ചിട്ടാണ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ഫൈ. ഇനി ഈ ഫിഗർ നോക്കിക്കേ. വാട്ട് ഇസ് ടാൻ ഫൈ? ടാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണെന്നറിയാം. ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഈ ഡോട്ടഡ് ലൈൻ ആണ്. അതേ വാല്യൂ തന്നെയാണ് ഇതും അല്ലേ? ഇതെന്താണ്? എഫ് ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ആർ എൻ. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഇസ് ഈക്വൽ ടു കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഇൻറ്റു നോർമൽ റിയാക്ഷൻ. അപ്പോൾ ഇത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണ്, ഇത് നോർമൽ റിയാക്ഷൻ ആണ്. ഇത് ലിമിറ്റിംഗ് ഫ്രിക്ഷനും നോർമൽ റിയാക്ഷനും തമ്മിലുള്ള റിസൾട്ടൻ്റ് ആണിത്. അപ്പോൾ ഈ നോർമൽ റിയാക്ഷനും റിസൾട്ടൻറ്റും തമ്മിലുള്ള ആംഗിളാണ് ഫൈ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. അതിൻ്റെ ടാൻ ഫൈ എടുക്കുമ്പം ദിസ് ഡിവൈഡഡ് ബൈ ദിസ്. ഇതെന്ന് പറയുന്നത് എന്താണ്? മ്യൂ ആർ എൻ. സോ മ്യൂ എഫ് ഡിവൈഡഡ് ബൈ ആർ എൻ ആണ്. എഫ് ഇസ് ഈക്വൽ ടു മ്യൂ ആർ എൻ ഡിവൈഡഡ് ബൈ ആർ എൻ. ആർ എനും ആർ എനും ക്യാൻസലായി പോവും. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ അല്ലെങ്കിൽ ടാൻ ഫൈ ഇസ് ഈക്വൽ ടു മ്യൂ. അപ്പോൾ ചില ക്വസ്റ്റ്യനിലൊക്കെ നമുക്ക് മ്യൂ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഡയറക്റ്റ് തരുന്നതിന് പകരം നമുക്ക് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എത്രയാണ് എന്നായിരിക്കും തന്നിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് ടാൻ ഓഫ് ദ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ കിട്ടും. അല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. Next term is angle of repose. It is the maximum inclination of a plane on which a body can repose without applying external force. ഈ ഫിഗർ നോക്കിക്കേ. ഇങ്ങനൊരു ഇൻക്ലൈൻ സർഫസിൽ ഒരു ബോഡി ഇരിക്കുവാണ്. അപ്പോൾ ഇതൊരു പെർട്ടിക്കുലർ ആംഗിൾ വരെയൊക്കെ ഈ ബോഡി അനങ്ങാതെ തന്നെ അങ്ങനെ ഇരിക്കും അല്ലേ? പക്ഷേ ഒരു ഇൻസ്റ്റൻറ്റിൽ ഈ ആംഗിളിൽ ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ ഇത് ജസ്റ്റ് അവിടെ നിന്ന് താഴോട്ട് സ്ലൈഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും അല്ലേ?
ആ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിലുള്ള ആംഗിൾ ഏത് ആംഗിളിലാണോ അത് മൂവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയുന്നത്. Okay, so the maximum inclination of a plane on which a body can repose എന്ന് പറഞ്ഞാൽ അനങ്ങാതെ അങ്ങനെ ഇരിക്കാം വിത്തൗട്ട് അപ്ലൈയിങ് എക്സ്റ്റേണൽ ഫോഴ്സ്. അപ്പോൾ പുറത്തുനിന്ന് നമ്മൾ ഫോഴ്സ് ഒന്നും കൊടുക്കാതെ ആ ബോഡിക്ക് അങ്ങനെ തന്നെ ഇരിക്കാൻ എന്തുമാത്രം ഇൻക്ലിനേഷൻ വരെ പറ്റും, ആ ഇൻക്ലിനേഷനെയാണ് ആംഗിൾ ഓഫ് റീപോസ്. ആ ഇൻക്ലിനേഷനിൽ നിന്ന് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് പൊക്കിക്കഴിഞ്ഞാൽ അപ്പോഴേ അത് താഴോട്ട് പോകും. അപ്പോൾ ആ ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയുന്നത്. സോ വെൻ മോഷൻ ഇമ്പെൻസ് ഫ്രിക്ഷണൽ ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ആർ എൻ. അപ്പോൾ അവിടെ ഒരു മോഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രിക്ഷണൽ ഫോഴ്സ് നമുക്കറിയാം എഫ് ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ആർ എൻ ആണെന്നറിയാം. ഓക്കെ, ഈ ഫിഗർ നോക്കിക്കേ. ഇതാണ് ഒരു ഇൻക്ലൈൻ സർഫസ്. ആ ഇൻക്ലൈൻ സർഫസിൽ ഒരു ബോഡി ഇരിക്കുന്നു. ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്നത് എന്തൊക്കെയാണ്? അതിൻ്റെ വെയിറ്റ് വെർട്ടിക്കൽ നേരെ ഡൗൺവേർഡ്സ് ആക്ട് ചെയ്യുന്ന അതിൻ്റെ വെയിറ്റ് ആണ്. ഇവിടെ ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ട്. നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. സോ നോർമൽ റിയാക്ഷൻ വരുന്നുണ്ട്. ഈ ഡബ്ല്യു കോസ് ആൽഫയും ഡബ്ല്യു സൈൻ ആൽഫ എന്താണ്? ഈ ഡബ്ല്യുവിൻ്റെ കമ്പോണൻസ് ആണ്. ഇനി ആൽഫ എവിടുന്ന് വന്നു? ഇതാ ഇവിടെയാണ് ആൽഫ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് ആൽഫ ആണ് എങ്കിൽ നമ്മളുടെ ഈ ഡബ്ല്യു ഈ ആർ എനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളും ആൽഫ തന്നെ ആയിരിക്കും. വിച്ച് മീൻസ് ഈ ആംഗിളും ആൽഫ ആയിരിക്കും. ഓക്കെ, അത് നമുക്ക് കിട്ടുന്നതാണ്. ഇത് ആൽഫ ആണെങ്കിൽ ഡബ്ല്യു ഈ സർഫസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളും ആൽഫ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഈ ഡബ്ല്യുവിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണ്? നമ്മുടെ സർഫസിന് പാരലായിട്ട് വരുന്ന കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ഡബ്ല്യു സൈൻ ആൽഫയും സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന കമ്പോണൻറ്റ് ഡബ്ല്യു കോസ് ആൽഫയും. എന്തുകൊണ്ടാണ് ഈ ആംഗിളാണ് ആൽഫ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആംഗിൾ ആൽഫ ആകുമ്പം ദിസ് ഇസ് ഡബ്ല്യു കോസ് ആൽഫ ആൻഡ് ദിസ് ഇസ് ഡബ്ല്യു സൈൻ ആൽഫ. നമുക്ക് അതിൻ്റെ ഡെറിവേഷനിലേക്ക് ഒന്ന് പോവാം. റിസോൾവിങ് ഫോഴ്സസ് അലോങ് ദ ഇൻക്ലൈൻ പ്ലെയിൻ. ഇൻക്ലൈൻ പ്ലെയിനിന് പാരലൽ ആയിട്ടുള്ള ഫോഴ്സസ് ഒന്ന് റിസോൾവ് ചെയ്തേ. ഏതൊക്കെ ഫോഴ്സസ് ആണ് വരുന്നത്? ഈ ഡബ്ല്യുവിൻ്റെ കമ്പോണൻറ്റ് പാരലൽ ടു ദ സർഫസ് ഉണ്ട്, പിന്നെ ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സും ഉണ്ട്. അപ്പോൾ അതിൻ്റെ കമ്പോണൻസ് ഒന്ന് പറഞ്ഞ് എന്തൊക്കെയാണെന്ന്. ഈ മ്യൂ ആർ എൻ എന്ന് പറയുന്ന റൈറ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്. സോ പ്ലസ് മ്യൂ ആർ എൻ മൈനസ് ഡബ്ല്യു സൈൻ ആൽഫ ഇസ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് മ്യൂ ആർ എൻ ഇസ് ഈക്വൽ ടു ഡബ്ല്യു സൈൻ ആൽഫ. ഈ ഇക്വേഷൻ നിങ്ങൾ എഴുതണ്ട കേട്ടോ, അത് തെറ്റാണ് ആ ഇക്വേഷൻ. ഈ ഇക്വേഷൻ മിസ്റ്റേക്ക് ആണ്, അത് നിങ്ങൾ എഴുതരുത്. സോ മ്യൂ ആർ എൻ ഇസ് ഈക്വൽ ടു ഡബ്ല്യു സൈൻ ആൽഫ എന്ന് നമുക്ക് കിട്ടും. അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അതുപോലെ റിസോൾവിങ് ദ ഫോഴ്സസ് പെർപെൻഡിക്കുലർ ടു ദ ഇൻക്ലൈൻ സർഫസ്. ഇൻക്ലൈൻ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഫോഴ്സസ് ഒന്ന് റിസോൾവ് ചെയ്ത് എന്തൊക്കെ വരും? ഈ ഡബ്ല്യുവിൻ്റെ കമ്പോണൻറ്റും വരും, നോർമൽ റിയാക്ഷൻ ആർ എന്നും വരും. അപ്പോൾ എങ്ങനെ വരും? ആർ എൻ എന്ന് പറയുന്ന അപ്വേർഡ് ഡയറക്ഷനിലാണ്. സോ പ്ലസ് ആർ എൻ മൈനസ് ഡബ്ല്യു കോസ് ആൽഫ ഇസ് ഈക്വൽ ടു 0 ഓർ ആർ എൻ ഇസ് ഈക്വൽ ടു ഡബ്ല്യു കോസ് ആൽഫ. ഇവിടെ നിന്ന് നമുക്ക് എന്തായിരുന്നു കിട്ടിയത്? മ്യൂ ആർ എൻ ഇസ് ഈക്വൽ ടു ഡബ്ല്യു സൈൻ ആൽഫ എന്നും കിട്ടിയായിരുന്നു. ഇനി ആ രണ്ട് ഇക്വേഷൻ തമ്മിൽ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്താലോ? ഡിവൈഡ് ചെയ്യേണ്ട, നമ്മളിവിടെ മ്യൂ ആർ എൻ ഇസ് ഈക്വൽ ടു ഡബ്ല്യു സൈൻ ആൽഫ എന്ന് കിട്ടി. അവിടെ സെക്കൻഡ് ഇക്വേഷൻ എടുത്തപ്പോൾ നമുക്ക് ആർ എൻ ഇസ് ഈക്വൽ ടു ഡബ്ല്യു കോസ് ആൽഫ എന്നും കിട്ടിയായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഇക്വേഷനിൽ നമ്മൾ ആർ എന്നിന് പകരം ഡബ്ല്യു കോസ് ആൽഫ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. മ്യൂ ഇൻറ്റു ഡബ്ല്യു കോസ് ആൽഫ ഇസ് ഈക്വൽ ടു ഡബ്ല്യു സൈൻ ആൽഫ. നിങ്ങൾ ആദ്യം കിട്ടിയ ഇക്വേഷനും ഈ ഇക്വേഷനും തമ്മിൽ ഡിവൈഡ് ചെയ്താലും മതി കേട്ടോ. സോ മ്യൂ ഇൻറ്റു ഡബ്ല്യു കോസ് ആൽഫ ഇസ് ഈക്വൽ ടു ഡബ്ല്യു സൈൻ ആൽഫ. ഡബ്ല്യു ക്യാൻസൽ ആയി പോവും. സൈൻ ആൽഫ ബൈ കോസ് ആൽഫ ഇസ് ഈക്വൽ ടു മ്യൂ ഓർ ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു മ്യൂ. നമുക്ക് ഓൾറെഡി മ്യൂ എന്താണെന്ന് കിട്ടിയിട്ടുണ്ട്? ടാൻ ഫൈ ആണെന്ന് കിട്ടിയിട്ടുണ്ട്. വാട്ട് ഈസ് ഫൈ? ഫൈ ഈസ് ദ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്? ടാൻ ആൽഫ. ആൽഫ എന്താണ്? ആംഗിൾ ഓഫ് റീപോസ്. സോ ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു മ്യൂ എന്ന് കിട്ടി. സോ ടാൻ ആൽഫ തന്നെയാണ് ടാൻ ഫൈ ഓർ ആൽഫ ഇസ് ഈക്വൽ ടു ഫൈ ഓർ ആംഗിൾ ഓഫ് റീപോസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡെറിവേഷനാണ്. നിങ്ങൾക്ക് ഇപ്പോൾ കേട്ടപ്പോൾ മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് നോക്കിയാൽ മതി, അപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും. നമ്മളിവിടെ എന്തായിരുന്നു ചെയ്തത്? രണ്ട് പ്ലെയിനിലായിട്ട് നമ്മൾ അതിനെ റിസോൾവ് ചെയ്തിരിക്കുകയാണ്. ഏതൊക്കെ പ്ലെയിനാണ്? ഒന്ന് പാരലൽ ടു ദ സർഫസ്, ഒന്ന് പെർപെൻഡിക്കുലർ ടു ദ സർഫസ്. പാരലൽ ടു ദ സർഫസ് വരുമ്പോൾ രണ്ട് ഫോഴ്സാണ് വരുന്നത്. ഈ ഡബ്ല്യു സൈൻ ആൽഫയും മ്യൂ ആർ എനും വരും.
അത് വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. മ്യൂ ആർ എൻ ഇസ് ഈക്വൽ ടു ഡബ്ല്യു സൈൻ ആൽഫ. അടുത്തത് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ എടുക്കുമ്പോൾ എന്തൊക്കെ കിട്ടും? നമുക്ക് ഡബ്ല്യു കോസ് ആൽഫയും ഉണ്ട്, ആർ എനും ഉണ്ട്. സോ ആർ എൻ മൈനസ് ഡബ്ല്യു കോസ് ആൽഫ ഇസ് ഈക്വൽ ടു 0. അതിൽ നിന്ന് ആർ എൻ ഇസ് ഈക്വൽ ടു ഡബ്ല്യു കോസ് ആൽഫ എന്ന് കിട്ടി. ഇനി നമുക്ക് നേരത്തെ കിട്ടിയ ഫസ്റ്റ് ഇക്വേഷനിൽ ആർ എന്നിന് പകരം ഡബ്ല്യു കോസ് ആൽഫ കൊടുത്തു. സോ മ്യൂ ഇൻറ്റു ഡബ്ല്യു കോസ് ആൽഫ ഇസ് ഈക്വൽ ടു ഡബ്ല്യു സൈൻ ആൽഫ, വിച്ച് മീൻസ് ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു മ്യൂ. നമുക്ക് ഓൾറെഡി അറിയാം മ്യൂ ഇസ് ഈക്വൽ ടു ടാൻ ഫൈ ആണെന്ന്. സോ ഫ്രം ദിസ് we will get alpha is equal to phi, or angle of repose is equal to angle of friction.